ദാ ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, കാണാൻ മാത്രമല്ലെന്നേ കഴിക്കാനും അടിപൊളിയാണ്. ഉണ്ടാക്കാനോ എന്ത് എളുപ്പമാണോ. അപ്പോൾ അതിനായി കുറച്ച് കാടമുട്ട എടുത്ത് കുക്കറിലിട്ട് മുട്ട മുങ്ങിക്കിടക്കാൻ അളവിൽ വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് ഒരു വിസിലിന് വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, 1 പിഞ്ച് സോഡാപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ദാ ഈ ഒരു പരുവത്തിൽ മാവ് തയ്യാറാക്കി എടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ടയെല്ലാം പുഴുങ്ങി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പുഴുങ്ങിയെടുത്ത മുട്ടയിലേക്ക് ഇതുപോലൊരു പച്ച ഈർക്കലോ അതല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഒക്കെ കുത്തി വെച്ച് കൊടുത്ത് ഒരു ലോലിപോപ്പിൻ്റെ ഷേപ്പിനാക്കി എടുക്കാം. അങ്ങനെ ഞാനിവിടെ മുട്ടയെല്ലാം അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഒന്നുകൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഡിപ്പ് ചെയ്യാൻ എളുപ്പത്തിന് ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഈ ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ സിമ്മിലേക്കാക്കി ഓരോ മുട്ടയും ഇതുപോലെ നമ്മുടെ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തിരിച്ച് മറിച്ചുമിട്ട് പൊരിച്ചു കോരിയെടുത്താൽ നമ്മുടെ ലോലിപോപ്പ് കാടമുട്ട ബജി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഇപ്പോൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.